അപ്പോൾ ചപ്പാത്തി എല്ലാം റെഡിയാക്കി കഴിഞ്ഞു ഗായ്സ്. എനിക്ക് ചോറിനേക്കാളും കൂടുതൽ ഇഷ്ടം ചപ്പാത്തിയും അതൊക്കെ കഴിക്കാനാണ്. കാര്യം കറികളൊന്നും ആദ്യം വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിയൊക്കെ നല്ലതാണ്. നാട്ടിലായിരിക്കുമ്പോൾ നിറയെ കറികളൊക്കെ ഉണ്ട്. അപ്പച്ചിയൊക്കെ കറികളൊക്കെ നിറയെ തരും. ഞാൻ പോയപ്പം അവിടുത്തെ ചേച്ചിയൊക്കെ അങ്ങനെ ഹോട്ടലിൽ നിന്നൊക്കെ കുറേ കഴിച്ച് ഞാൻ കരുതി കൊള്ളിയാതായിരിക്കും ഗായ്സ്. ഞാൻ മേടിച്ച് പോയി കറണ്ട് വന്നതാ. സോ ഗായ്സ് പിന്നെ കിടന്നേ ഗായ്സ്. ഞാൻ മഴയൊക്കെ കുറച്ച് ആസ്വദിക്കാം. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ചേച്ചി എനിക്ക് ഒരു മിക്സർ ജ്യൂസ് അടിക്കുന്നത് മിക്സി വാങ്ങിച്ചു തന്നേ. അപ്പോൾ ഞാൻ ഈ ഗ്രേപ്സ് ഇട്ടിട്ട് ഞാൻ ജ്യൂസ് അടിച്ചിട്ട് നിങ്ങളെ കാണിക്കാമേ. പുതിയതാണ്, നല്ല കമ്പനിയാണ്, പ്രീതി കണ്ട. അപ്പോൾ ഗായ്സ് ഞാൻ ഈ ജ്യൂസറിലേക്ക് ഗ്രേപ്സ് ഇട്ട് കുറച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്തായി തീരുവെന്ന്. ഇതിൻ്റെ തിരിച്ചാണ് തോന്നുന്നു അടയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെ തിരിച്ചടച്ചിട്ട് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞിട്ട് നമ്മളിത് തിരിച്ച് പിടിക്കും കണ്ട. ഇനി നമ്മളെന്ത് ചെയ്യും ഖമാണ്. പിന്നെ കഴിച്ച് എന്ത് ചെയ്ത് മാനുവലൊക്കെ നോക്കി തപ്പി നോക്കുവാണ് എന്താണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്ത് ഞാൻ എന്ത് ചെയ്യാനോ ചെയ്യാം അങ്ങനല്ലേ കിടോ എന്നൊക്കെ കേൾക്കുന്നു. ശരിയാണോ അടയ്ക്കുന്നതിന് പിടിയില്ല. എന്നിട്ട് നമ്മളെന്ത് ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്തു. എന്നിട്ട് ഓഫ് ചെയ്യാൻ അറിയത്തില്ല. സ്വിച്ച് ഓഫ് ചെയ്ത് നല്ല ആകത്തില്ലെന്ന് തോന്നുന്നു. മൈ ഗോഡ്, അരഞ്ഞു കിട്ടി ഗായ്സ്. ഇപ്പം ടെക്നിക്ക് പിടി കിട്ടി. അപ്പം നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് റെഡി കേടാ. എന്നിട്ട് എന്ത് ചെയ്ത് ഗായ്സ്, നമ്മളിത് തിരിച്ച് ഇങ്ങനെ വെക്കണം, അല്ലെങ്കിൽ ഇത് തുറക്കാൻ പറ്റത്തില്ല. അപ്പം എന്തേ ഞാൻ കുറച്ചേ വെച്ചുള്ളൂ. അപ്പം ഇത് എൻ്റെ ഗ്ലാസ്സിലേക്ക് കണ്ടോ, എൻ്റെ ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിക്കുകയാണ്. കുറച്ചായിരുന്നു. അപ്പോൾ ഗായ്സ് ഞാനിത് കുടിച്ച് നോക്കട്ടെ. കറക്റ്റ് ഗ്രേപ്പ് ജ്യൂസ്. ഇപ്പം എനിക്ക് പിടികിട്ടി. നിങ്ങൾക്കും പിടികിട്ടിയോ? എനിക്ക് പക്ഷേ ഒരേ ഒരു ഡൗട്ട്, ഈ അടപ്പ് എന്തിനായിരുന്നത്? ഇത് ചുമ്മാ ഷോയ്ക്ക് വെച്ചേക്കുക. ഇതൊന്നും കൊള്ളത്തില്ല. എന്തിനാ ജ്യൂസ് അടിക്കുന്നതിന് ഇതൊന്നും വേണ്ട. ഷോയ്ക്ക് ഇങ്ങനെ അടച്ച് വെക്കാം. ചെറിയ മിക്സി ആണെങ്കിൽ